നമസ്കാരം. 2025 ജൂൺ 26 ലോക ആഗോളതലത്തിൽ ലഹരിക്കെതിരെ ഒരു ദിനം ആചരിക്കുകയാണ്. ആ ദിനത്തിൻ്റെ പ്രമേയം വളരെ കൃത്യമാണ്. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, ബ്രേക്ക് ദ സൈക്കിൾ. എങ്ങനെ നമുക്ക് ഇത് നടപ്പിലാക്കാം? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. വ്യക്തികൾ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, സമൂഹങ്ങൾ ആഗ്രഹിക്കാഞ്ഞിട്ടില്ല, സംവിധാനങ്ങൾ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് തടയാൻ കഴിയുന്നില്ല. നാം തോറ്റുപോകുന്നു ഈ ലഹരിയുടെ വ്യാപനത്തിന് മുമ്പിൽ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇതിനെ തടയിടാൻ, ഈ ഒഴുക്കിന് നിയന്ത്രണമുണ്ടാക്കാൻ, ലഹരിയുടെ വ്യാപനത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളത് നാം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി നാം പഠിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഈ 3 വസ്തുതകൾ ഉണ്ടാകുമ്പോഴാണ് ലഹരി എന്ന പ്രതിഭാസം അവിടെ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് ആ 3 വസ്തുതകൾ? 1 ഹോസ്റ്റ്, 2 ഏജൻറ്റ്, 3 എൻവയൺമെൻറ്റ്. ഹോസ്റ്റ് എന്ന് വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി. ഏജൻറ്റ് എന്ന് വെച്ചാൽ ആ ലഹരി. 3 എൻവയൺമെൻറ്റ് അഥവാ ചുറ്റുപാട്. ഈ 3 വസ്തുതകളാണ് ലഹരിയിലേക്ക് നയിക്കാൻ കാരണമാകുന്നത്. ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രമേയത്തിലെ പ്രസക്തമായ ഭാഗം ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാണ്. നമുക്ക് അത് വളരെ ആവേശം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ ലഹരിയിലേക്ക് നീങ്ങുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആരോഗ്യകരമായ ഇടപെടൽ. ആ പ്രിവെൻഷൻ നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ഈ 3 ഘടകങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ ക്രിയാത്മകമായി തിരുത്താൻ നമുക്ക് കഴിയണം. വ്യക്തിയും ലഹരിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് നമുക്ക് തടയാമെങ്കിൽ, വ്യക്തിയും ലഹരിയും ചുറ്റുപാടും തമ്മിലുള്ള സംയോജിതമായ ആ സാഹചര്യത്തെ നമുക്ക് ഇല്ലാതാക്കാമെങ്കിൽ തീർച്ചയായും ഈ പ്രമേയം പ്രായോഗികവൽക്കരിക്കാൻ എന്തുകൊണ്ടും നമുക്ക് കഴിയും. ഈ 3 ഘടകങ്ങളിൽ വ്യക്തിയെ സംസ്കരിക്കാൻ എളുപ്പമാണ്. ലഹരിയെക്കുറിച്ചിട്ടുള്ള അറിവ് നൽകാം, അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം, ലഹരിക്കെതിരെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ലഹരി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനും, ലഹരിയില്ലാതെ എൻ്റെ ശിഷ്ടജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാനും, അതിനുവേണ്ടി പ്രയത്നിക്കാനുമുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാനും താരതമ്യേന എളുപ്പമാണ്. 2ാമത്തെ ഘടകം ലഹരിയാണ്. ലഹരി വസ്തുക്കളെ നാം ഒന്നിച്ച് പ്രവർത്തിച്ചാൽ, സർക്കാരും സന്നദ്ധ സംഘടനകളും ഇതര മേഖലകളിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളും ഒന്നിച്ചുണർന്ന് പ്രവർത്തിച്ചാൽ ലഹരിയുടെ ലഭ്യതയും വ്യാപനവും കള്ളക്കടത്തും നമുക്ക് തടയാൻ കഴിയും എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്, തെളിയിച്ചതാണ്. അപ്പോൾ 1ഉം 2ഉം ഘടകങ്ങളെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന, തിരുത്തിയെടുക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. ലഹരിയിലേക്കുള്ള പുനർപതനം തടയുക, ബ്രേക്ക് ദ സൈക്കിൾ എന്നത് പ്രമേയത്തിൻ്റെ ഒരു പ്രധാന വിഷയമാണ്. ഇത് തടയുക എന്നുള്ളത് വളരെ ആസൂത്രിതമായി നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ 3ാമത്തെ ഘടകത്തെ ക്രിയാത്മകമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. 3ാമത്തെ ഘടകം എന്താണ്? ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ചുറ്റുപാട് അഥവാ അന്തരീക്ഷം അഥവാ എൻവയൺമെൻറ്റ്. ഈ 3ാമത്തെ ഘടകം നാം ചിന്തിക്കുന്നതിനേക്കാൾ ആഴവും ശക്തവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ഒരു നീർച്ചുഴിയെപ്പോലെയാണ്. വെള്ളത്തിലുള്ള ചുഴി അതിലേക്ക് ശക്തമായി ആകർഷിച്ച് വസ്തുക്കളെ അതിലേക്ക് കീഴടക്കുന്ന
ആ ഒരു പ്രവണത ഈ അന്തരീക്ഷത്തിൽ ലഹരിയുടെ സാഹചര്യങ്ങളിൽ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ചുറ്റുപാടിൽ നാം മനസ്സിലാക്കണം, അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യം, ആ സാഹചര്യത്തിനും ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനും ആകർഷണ ബലത്തിനുമാണ് പ്രധാനം. അവിടെ ആളുകളുടെ പേരിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ അതിൽ നിന്നും വിട്ടുപോരാൻ ആഗ്രഹിച്ചാൽ പോലും ആ സാഹചര്യത്തിൽ നിന്നും അവർക്ക് വിട്ടുപോരാൻ പലപ്പോഴും കഴിയാറില്ല. അതുതന്നെയാണ് ലഹരിയിൽ നിലനിൽക്കുന്നതിനും വീണ്ടും പുനർപതനത്തിനും വീണ്ടും ലഹരിയിലേക്ക് എത്തുന്നതിനും ആവർത്തനത്തിനും കാരണമാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലഹരിയുടെ സംസ്കാരം നിലനിൽക്കുന്ന ഈ ചുറ്റുപാടുകൾ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മാത്രം ഒരു ദോഷമല്ല, പ്രശ്നവുമല്ല. അത് ആഗോളതലത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. ഇതിനെ നമുക്ക് തടയിടണമെങ്കിൽ ബദൽ സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. ബദൽ ചുറ്റുപാടുകൾ, അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. ആ ബദൽ സംവിധാനങ്ങൾക്ക് അതിലെ വ്യക്തികളെ ആകർഷിക്കുവാനും അതിൽ നിലനിർത്താനും ലഹരിയില്ലാതെ തന്നെ സന്തോഷം പകരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനും നമുക്ക് കഴിയണം. അത്തരം ബദൽ സംവിധാനങ്ങളുടെ പുനർസൃഷ്ടിപ്പാണ്, നിർമ്മിതികളാണ് പരിഹാരമായി നമുക്ക് കൊണ്ടുവരേണ്ടത്. ആ നിർമ്മിതികൾ, ബദൽ സംവിധാനങ്ങൾ ലഹരിയുടെ വ്യാപനം തടയും. ലഹരിക്ക് പകരമായി സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആളുകളെ അതിൽ ഒതുക്കി നിർത്താൻ കഴിയും. ലഹരിയിലേക്ക് തിരിച്ചു പോകുന്നത് തടയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൻ്റെ നിർമ്മിതിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ 3 ഘടകങ്ങളിൽ നാം ക്രിയാത്മകമായി ഇടപെടേണ്ട, വ്യാപനത്തെ തടയുന്നതിനു വേണ്ടി, ലഹരിയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി, ലഹരിയുടെ പുനർപതനം തടയുന്നതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ സാഹചര്യത്തെ പുനർസൃഷ്ടിക്കുക, ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരിക, ലഹരിയില്ലാത്ത സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക, ലഹരിയുടെ വ്യാപനത്തെ തടയാൻ കഴിയുക, പ്രതിരോധിക്കാൻ കഴിയുക എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക.